السلام عليكم ورحمة الله وبركاته. وفي مدحهم جاء الكتاب وسنته كفاهم لهم نص الكتاب وسنته صلاة وتسليم وأزكى تحيته على المصطفى المختار خير البرية. ബദർ ദിനമാണ്. ഇതുപോലുള്ള വിശുദ്ധ റമദാനിലെ 17-ന്റെ പ്രഭാതത്തിലാണ് ബദർ എന്ന ഭൂമികയിൽ സത്യവും അസത്യവും തമ്മിൽ പോരാട്ടം നടക്കുന്നത്. നമ്മളൊക്കെ ധാരാളം സന്ദർഭങ്ങളിലും തവണകളിലുമായി അസ്ഹാബുൽ ബദറിനെ നമ്മൾ കേട്ടിട്ടുണ്ട്, അനുസ്മരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ബദരീങ്ങൾ റമദാൻ 17-ന് ബദറിലേക്ക് പുറപ്പെടുമ്പോഴുള്ള സന്ദർഭത്തെ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെയാണ് പറയുന്നത്: كأنما يساقون إلى الموت وهم ينظرون. പാവപ്പെട്ട സാധുക്കളായ സൃഷ്ടിച്ച ശരീരമുള്ള അംഗബലം കുറഞ്ഞ ബദരീങ്ങൾ ബദറിലേക്ക് പോവുകയാണ്. എങ്ങനെയാണെന്ന് അറിയുമോ? അവർ പോകുന്നത് കണ്ടാൽ മനസ്സിലാവും. كأنما يساقون إلى الموت. അവരെ മരണത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്നത് പോലെയാണ്. ശരിക്കും മരണത്തിലേക്ക് മുഖാമുഖം കണ്ടുകൊണ്ട് 1000-ലധികം വരുന്ന സർവായുധ വിഭൂഷിതരായ ശത്രുപക്ഷത്തിന്റെ മുമ്പിലേക്ക് പാവപ്പെട്ട 313 സ്വഹാബികൾ പോവുകയാണ്. ഖുർആൻ പറയുന്നു, അവരെ മരണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് പോലെയാണ്. പക്ഷേ അംഗങ്ങൾ കുറഞ്ഞു പോയാലും അവർക്ക് സത്യവിശ്വാസത്തിന്റെ ആവേശമുണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ അഅല സൂറത്ത് നമ്മൾ ഓതാറുണ്ട്. ആ സൂറത്തിന്റെ അവസാന ഭാഗത്തിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്: വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ഈ ലോകമല്ല, പാരത്രികമായ ലോകമാണ് ഏറ്റവും മുന്തിയതും എന്നും അവശേഷിക്കുന്നത്. ഇതെത്രയോ നമ്മൾ പറഞ്ഞത് ഓതുന്നതുമാണ്. ഈ ലോകമല്ല, പാരത്രികമായ ലോകമാണ് ഏറ്റവും സവിശേഷമായതും സമ്പന്നമായതും അവശേഷിക്കുന്നതും എന്നാണ് ഖുർആൻ പറയുന്നത്. ഈ ആശയത്തെയും അർത്ഥത്തെയും യഥാവിധി ആവാഹിച്ച വിഭാഗമായിരുന്നു ബദരീങ്ങൾ. അല്ലാഹു അവരുടെ ബർക്കത്തുകൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ബദർ യുദ്ധത്തിലേക്ക് പോയ ഓരോ സ്വഹാബികളെയും നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, ബദരീങ്ങളെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഈ ആശയത്തെ അവർ വല്ലാതെ ആവാഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹു, സഅദ് ബിൻ ഖുസൈമ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന രംഗം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹുവും അവരുടെ മുമ്പേയും രണ്ടുപേരും ബദർ യുദ്ധത്തിന് പോകാൻ തയ്യാറെടുക്കുകയാണ്. അങ്ങനെ അവർ വീടിനകത്ത് നറുക്കിടുകയാണ്. ഇന്ന് ആരാണ് യുദ്ധത്തിന് പോവേണ്ടത്? ബദർ യുദ്ധത്തിൽ ആരാണ്? രണ്ടുപേരും പോകാൻ കഴിയില്ല, കാരണം വീട്ടിൽ ആളില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ പിന്നെ ആര് പോകണം? രണ്ടുപേരും തർക്കമാണ്. വാപ്പ പറയുന്നു ഞാൻ പോകും, സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു ഞാൻ പോകും. അവസാനം അവർ വീടിനകത്ത് നറുക്കിടുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തിന്? മരണമുഖാമുഖം കാണുന്ന ബദറിലേക്ക് പോകാൻ അവർ നറുക്കിടുകയാണ്. അങ്ങനെ അവസാനം ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിനെ നറുക്കിടുകയാണ്. ആ സമയത്ത് ഖൈസമ റളിയല്ലാഹു തആല അൻഹു മകനോട് പറയുന്നുണ്ട്: നീ ഇന്ന് എന്നെ തിരഞ്ഞെടുക്കുമോ? ഞാൻ പോകട്ടെ, എന്നെ തിരഞ്ഞെടുക്കുമോ? നമുക്ക് നിനക്കാണ് വീണത്, പക്ഷെ നീ സമ്മതം തന്നാൽ ഞാൻ പോകാം എന്ന് മകനോട് വാപ്പ പറയുകയാണ്.
അപ്പോൾ സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട് ലൗ കാന ഖൈറുൽ ജന്ന ഫഅൽതു വാപ്പ സ്വർഗ്ഗത്തിലേക്കല്ല പോകുന്നതെങ്കിൽ ഞാൻ അങ്ങയെ തിരഞ്ഞെടുക്കുമായിരുന്നു. ഇന്ന് ഞാൻ സ്വർഗ്ഗത്തിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് അവസരം തരില്ല എന്ന് സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, അവർക്ക് ദുനിയാവിനേക്കാൾ പാരത്രികമായ ജീവിതത്തെ അവർ മുന്നിൽ കാണുകയും തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് സൂചിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉബൈദ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള സ്വഹാബിമാർ, ഉമൈർ റളിയല്ലാഹു തആല അൻഹു ബദറിൽ ഷഹീദായ ശുഹദാക്കളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഷഹീദാണ്, ബദരിയാണ് ബഹുമാനപ്പെട്ട ഉമൈർ റളിയല്ലാഹു തആല അൻഹു. ഉമൈർ ബിൻ അബ്ദുൽ വഖാസ് റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന് പോയി ബദർ രണാങ്കണത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നത് തന്റെ സഹോദരൻ കാണുന്നുണ്ട്. ഉമൈർ റളിയല്ലാഹു അൻഹുവിനോട് സ്വന്തം സഹോദരൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ബദറിൽ വന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നത്? 16 വയസ്സ് മാത്രം പ്രായമുള്ള ഉമൈർ റളിയല്ലാഹു അൻഹു അന്നേരം തന്റെ സഹോദരനോട് പറയുന്നുണ്ട്, ഇന്നി അഖാഫു അൻ യറാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ കാണുമോ എന്ന് പേടിയാണ് എനിക്ക്. എന്നെ കണ്ടാൽ അല്ലാഹുവിന്റെ റസൂൽ 16 വയസ്സ് പ്രായമുള്ള ചെറുപ്രായത്തിലുള്ള എന്നോട് ചെറുപ്പം തിരിച്ചു പോകാൻ പറഞ്ഞാലോ, ഈ യുദ്ധത്തിൽ നിൽക്കേണ്ട നീ ചെറുതാണ് എന്ന് പറഞ്ഞ് എന്നെ മടക്കി അയച്ചാലോ എന്ന് പേടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒളിഞ്ഞും വെളിഞ്ഞും ബദറിന്റെ രണാങ്കണത്തിൽ പോരാടി ഷഹീദായ ഒരു ചെറുപ്രായത്തിന്റെ പേരാണ് ബഹുമാനപ്പെട്ട ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ഓരോരുത്തരെയും നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവരൊക്കെ ദുനിയാവിനേക്കാൾ ആഖിറത്തിനെ തിരഞ്ഞെടുക്കുകയും ആ തരത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അസ്തിത്വത്തിന് വേണ്ടി അവരവർ കഷ്ടപ്പെടുകയും ചെയ്ത ആളുകളുടെ പേരാണ് ബദരീങ്ങൾ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു നമുക്ക് അറിയുന്നത് പോലെ ബദർ യുദ്ധത്തിൽ പതാക വഹിച്ച മഹാനാണ് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളുടെ ജീവിതത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ വരച്ചു വെച്ചിട്ടുണ്ട്. വലിയ സമ്പന്നനാണ്, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് വലിയ സമ്പന്നനായിരുന്നു. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു എത്യോപ്യയിലേക്ക് ഹിജ്റ പോകുന്ന സന്ദർഭമുണ്ട്. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു രണ്ടാമത്തെ ഹിജ്റയിൽ പങ്കെടുത്ത് മദീനയിലെത്തിയ സന്ദർഭവുമുണ്ട്. മദീനയിൽ എത്തിച്ചേരുന്ന സമയം മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു ഒരാടിന്റെ തോല് കൊണ്ടുണ്ടാക്കിയ ആടിന്റെ തോല് അതിന്റെ നടുഭാഗത്ത് സുഷിരമുണ്ടാക്കി അത് ശരീരത്തിലൂടെ പുതച്ച് മദീനയിൽ നിൽക്കുന്ന രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്. ലോകസമ്പന്നനായിരുന്ന മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആടിന്റെ തോലണിഞ്ഞ് ശരീരത്തിന്റെ ഔറത്ത് മറച്ചു നിൽക്കുന്നത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ദുനിയാവിനേക്കാൾ ആഖിറത്തെ തിരഞ്ഞെടുത്തവനാണ് മിസ്അബ് എന്ന് പറയുന്നുണ്ട്. ആ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിൽ ഷഹീദായിട്ട് ശരീരത്തിൽ വസ്ത്രം മറക്കാൻ പ്രയാസപ്പെടുന്ന രംഗവും ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. തന്റെ ശരീരത്തിലുള്ള വസ്ത്രം തലയുടെ ഭാഗത്തേക്ക് വലിച്ചു വീഴ്ത്തുമ്പോൾ കാൽഭാഗം അറിയാതെ വരുന്നു, കാൽഭാഗം മറക്കാൻ ശ്രമിക്കുമ്പോൾ തലഭാഗം അറിയാതെ വരുന്നു. ആ തരത്തിൽ മറവ് ചെയ്യപ്പെട്ട സ്വഹാബിയാണ് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു. ഇവരൊക്കെ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, അതുകൊണ്ട് അവരെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. വഫീ മദ്ഹിഹിം ജാഅൽ കിതാബു വസുന്നതു കഫാഹും ലഹും നസ്സുൽ കിതാബി വസുന്നതി. റസൂലുള്ളാഹി തആല വിശുദ്ധ ഖുർആനിൽ അവരെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുണ്ട്. ബദരീകളെ കുറിച്ച് അല്ലാഹു അത്രയും പറഞ്ഞിട്ടുണ്ട്. ബദരീകളെ കുറിച്ച് റസൂലുള്ളാഹി തആല അത്രമേ പറഞ്ഞിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു, ഖാലിദ് റളിയല്ലാഹു അൻഹു ബദരിയായ ഉസ്മാൻ ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തോ ഒരു കാര്യത്തിലുള്ള തർക്കമാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് തർക്കി
ലിമ തുഅ്തി റജുലൻ മിൻ അഹ്ലി ബദർ ഖാലിദ് നീ എന്തിനാണ് ബദറിൽ പങ്കെടുത്ത അബ്ദുറഹ്മാൻ ബിൻ ഔഫുമായിട്ട് ഇങ്ങനെ തർക്കിക്കുന്നത്? നിനക്കറിയുമോ ഉഹുദ് മലയോളം നീ സ്വർണം ചെലവഴിച്ചാൽ പോലും ലം തുദ്രിക അമല അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ അമൽ എത്തിക്കാൻ നിനക്ക് സാധ്യമല്ല. കാരണം ഇന്നഹു ബദരിയുൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തവനാണ് റളിയല്ലാഹു അൻഹു. അത്രമേൽ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറയുകയും പ്രകീർത്തിക്കുകയും ചെയ്ത വിഭാഗത്തിന്റെ പേരാണ് ബദരീകൾ എന്ന് പറയുന്നത്. അവരെയാണ് ഇന്ന് നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ ദുനിയാവിനേക്കാൾ അവർ ആഖിറത്തിനെ സെലക്ട് ചെയ്തിരുന്നു എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വയസ്സാകുന്ന സമയത്ത് ആളുകൾക്ക് ആയുസ് കുറഞ്ഞു വരുന്നു. പക്ഷെ രണ്ട് കാര്യങ്ങളോട് താല്പര്യം വരുന്നു. ആയുസ് കുറയുമ്പോഴും രണ്ട് ആഗ്രഹങ്ങൾ കൂടി വരും മനുഷ്യന്. ദുനിയാവിനോടുള്ള ഇഷ്ടമാണ്, ഉണ്ടാക്കണം, ഇനിയും ഉണ്ടാക്കണം, ഇനിയും സമ്പാദിക്കണം എന്ന താല്പര്യം ഉണ്ടാകുന്നു. രണ്ട് മരണത്തെ അനിഷ്ടകരമാകുന്നു, മരണം പേടിയുണ്ടാക്കുന്നു. എന്നാൽ അസ്ഹാബുൽ ബദറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുനിയാവിനോട് ഒരു താല്പര്യവും ഉണ്ടായില്ല, മരണത്തോട് ഒരു വെറുപ്പും ഉണ്ടായില്ല. അവർ നേരെ മരണത്തിന്റെ മുന്നിലേക്ക് എത്തപ്പെട്ടവരായിരുന്നു അസ്ഹാബുൽ ബദർ എന്ന് പറയുന്നത്. ആ ബദരീങ്ങളെ ഏറ്റവും കൂടുതൽ അനുസ്മരിക്കുകയും പറയുകയും ചെയ്യുന്ന സന്ദർഭമാണ് പരിശുദ്ധ ഖുർആൻ. അത് അടിക്കടി നമ്മളോട് പരിചയപ്പെടുത്തി തരികയും ചെയ്യുന്നു. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്ഹാബുൽ ബദർ നമ്മൾ പറയണം, അവരെ പാടണം, അവരുടെ പേരിൽ അന്നദാനങ്ങൾ